അട്ടപ്പാടിയിൽ ശിശുമരണങ്ങൾ നടുക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗർഭിണികളുടെ മദ്യപാനവും ശരിയായി ഭക്ഷണം കഴിക്കാത്തതുമാണ് കാരണമെന്ന് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പ്രസ്താവനകൾ തെറ്റാണെന്ന് അട്ടപ്പാടിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുകയും 3000-ഓളം ഗർഭിണികളെ പരിശോധിക്കുകയും ചെയ്ത ഡോക്ടർ പ്രഭുദാസിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. അതിൽ 3000-ഓളം ഡെലിവറി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരാളും ഇതുവരെ മദ്യം കഴിച്ചിട്ട് ആശുപത്രി വരികയോ ആസക്തിയിൽ ചികിത്സയ്ക്ക് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. മന്ത്രിമാരുടെ പ്രസ്താവനകൾക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ആദിവാസി സ്ത്രീകളിൽ നിന്നുണ്ടായത്. മന്ത്രി അവർ തന്നെ കണക്കാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ അതേപോലെ മദ്യം കളിച്ചിട്ട് ഞങ്ങൾ അതേപോലെ ഉണ്ടായ കണ്ടിട്ട് പറഞ്ഞാലും കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾ മരിച്ച ദുഃഖത്തിൽ കഴിയുന്ന അമ്മമാരെ അപമാനിക്കുന്നതാണ് ഗർഭിണികൾ മദ്യപിക്കുന്നുവെന്ന പരാമർശമെന്ന് അവർ പ്രതികരിക്കുന്നു. താൻ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലെന്ന് പ്രസവത്തോടെ കുഞ്ഞു മരിച്ച ദുഃഖത്തിൽ കഴിയുന്ന ലക്ഷ്മി പറയുന്നു. എന്നാൽ ആദിവാസി പുരുഷന്മാരെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് മയക്കി ഭൂമി തട്ടിയെടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുടിയേറ്റക്കാരും സർക്കാരുമാണെന്ന് മദ്യവിരുദ്ധ സമരം നടത്തിയ തായ്ക്കുല സംഘത്തിന്റെ പ്രവർത്തക മരുതി പറയുന്നു. ഈ മയക്കമരുന്ന് കൊടുത്തതിന് ശേഷമാണ് കൂടുതൽ ഭൂമി ഇവിടുന്ന് കൈമാറി പോയിട്ടുള്ളത്. മദ്യനിരോധിത പ്രദേശമായ അട്ടപ്പാടിയിൽ വാറ്റുചാരായവും തമിഴ്നാട്ടിൽ നിന്നുള്ള വിദേശമദ്യവും ആദിവാസി ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നുവെന്നത് വസ്തുത മാത്രമാണ്. എന്നാൽ പുരുഷന്മാരെ മദ്യത്തിനിരയാക്കുന്നതിന്റെ ഉത്തരവാദിത്വം അധികൃതർക്ക് തന്നെയാണെന്ന് ആദിവാസികൾ പറയുന്നു. അട്ടപ്പാടിയിൽ നിന്ന് കെ സുനിൽകുമാർ, മീഡിയ 1.